ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറിലെ KSRTC ഡിപ്പോയിലാണ്. KSRTCയിൽ 220 രൂപയ്ക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് ഞാൻ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് അറിഞ്ഞത്. അങ്ങനെ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞ 2 രാത്രി ഇവിടെ താമസിക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് KSRTC മുന്നാർ ഡിപ്പോയുടെ സ്റ്റാഫാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ, ഈ അക്കോമഡേഷനെ കുറിച്ച്? ഇത് മുന്നാറിൽ മാത്രമേ ഉള്ളൂ അല്ലേ? മുന്നാറിലല്ല, സുൽത്താൻ ബത്തേരിയിലുണ്ട്. ബാക്കിയുള്ള ടൂറിസ്റ്റ് മേഖലയിലൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമനുസരിച്ച് വണ്ടികൾ ഇടുന്നതാണ് പറയുന്നത്. ഇനിയിപ്പോൾ മൂന്നാറിൽ നല്ല രീതിയിൽ 10 ബസ്സുകളിലായിട്ട് ഞാനത് ഡീറ്റെയിൽ കാണിച്ചു തരാം. പുറകിൽ കാണുന്ന ഈ നീല ബസ്സുകളൊക്കെ, അതുപോലെ അവിടെ കാണുന്ന ആ നീല ബസ്, മറ്റേത് ഫ്ലാഗിൻ്റെത് പോകുന്ന വണ്ടിയാണ്. ആ നീല ബസ്സൊക്കെ ഈ 10ഓളം ബസ്സുകൾ ഉള്ളിൽ 16 ബെഡുകൾ അറേഞ്ച് ചെയ്തിട്ടല്ലേ? 2 ബെഡ്റൂം ഉള്ളതുണ്ട് ഫാമിലിക്ക്. അതിന് മാത്രം 1000 റുപ്പീസാണ്. അത് ശരിയായ ഒരു ബസ്സിൽ 2 ബെഡ്റൂമാണ്, ഒരു ബസ്സിൽ 2 ബെഡ്റൂം. ബാക്കിയെല്ലാം ബാച്ചിലർ സിംഗിൾ പേഴ്സൺക്ക് പറ്റിയ സംഭവമാണ്. അതായത് 160 രൂപയാണ് ബെഡിൻ്റെത്, 60 രൂപ ബ്ലാങ്കറ്റിനാണ്. അങ്ങനെ 220 രൂപ. ഓക്കെ, ബസ്സുകൾ പിന്നെ ഇവിടുന്ന് സൈറ്റ് സീയിങ് ബസ്സുകൾ പോകുന്നുണ്ട് 3 റൂട്ടുകളിലേക്ക് അല്ലേ? അതേതൊക്കെ റൂട്ടുകളാണ്? കാന്തല്ലൂരുണ്ട്, ചതുരംഗപ്പാറ, ഇവിടെ ടോപ്പ് സ്റ്റേഷൻ. അങ്ങനെ 3 വ്യത്യസ്ത റൂട്ടുകളിലായിട്ട് 3 ദിവസം നിങ്ങൾക്ക് ഇവിടെ തന്നെ പോവാം. പിന്നെ അതിന് വരുന്ന 300 രൂപയാണ് ഫെയർ. കാന്തല്ലൂർ റൂട്ട് ഞാൻ ഇന്നലെ വേറെ ബസ്സിൽ പോയിരുന്നു. പക്ഷേ ഇവരെ ബസ്സിലാവുമ്പോൾ എല്ലാ സൈറ്റിലും നിർത്തി തരും. പിന്നെ വേറെ എന്താ പറയാനുള്ളത്? പിന്നെ നമുക്ക് അടുത്ത ദിവസം തന്നെ നമുക്ക് ഡബിൾ ഡെക്കർ ബസ്സുകൾ ആകർഷിക്കാൻ വേണ്ടി ഇന്ന് ആനേറ തിരുവനന്തപുരത്ത് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതാണ് അറിയിച്ചിരിക്കുന്നത്. അതെ, ഡബിൾ ഡെക്കർ ബസ്സും കൂടി മറ്റൊരു അട്രാക്ഷൻ ആയിട്ട് മൂന്നാറിലേക്ക് വരാൻ പോകും. അടുത്ത ദിവസം തന്നെ കൂടെ വരും. ഉടനെ തന്നെ അതിന്റെ ഡ്രൈവേഴ്സിനുള്ള ട്രെയിനിങ് ഒക്കെ പൂർത്തിയായി. അതെങ്ങനെയായിരിക്കും? ട്രിപ്പിനെ കുറിച്ച് വല്ല ഡീറ്റെയിൽ അറിയാം? ട്രിപ്പ് എന്ന് വെച്ചാൽ അത് രാവിലെ ട്രിപ്പ് ഇവിടുത്തെ 20 കിലോമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ യാത്രയും എല്ലാ ചെറിയ വഴികളൊന്നും പോലും അതിന് വേണ്ടിയാണ്. ഡബിൾ ഡെക്കർ ആയതുകൊണ്ട് 20 കിലോമീറ്റർ മാത്രം. നമുക്കറിയാം, മേലയിലൊക്കെ ഇരുന്നുകൊണ്ട് മറ്റ് മൈസൂരിലും പിന്നെ തലശ്ശേരിയിലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡബിൾ ഡെക്കർ മൂന്നാറിലേക്കും വരുന്നു എന്നുള്ള വാർത്ത ഇന്ന് 31 വന്നത്. ഇന്ന് ഡിസംബർ 31. ഇന്ന് ഇവിടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം. സാറിന്റെ പേര്? നൗഷാദ്. അപ്പോൾ ഇവരെ ഓഫീസ് ഞാൻ കാണിക്കാം. അവിടെ 3 ഓഫീസുകാർ മാറി ഉണ്ടാവും. നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ അവർ പേരും നമ്പറും നോട്ട് ചെയ്യും. നമുക്ക് വേണ്ടി അത് അവിടെ മാറ്റി വെക്കും ബെഡ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ അനുഭവം. അപ്പോൾ ഞാൻ വന്നപ്പോൾ എനിക്ക് ബെഡ് കിട്ടി, 2 ദിവസം ഉറങ്ങി. ആദ്യം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കാം. മൂന്നാർ ടൗൺ എത്തുന്നതിൻ്റെ ഒരു 2 കിലോമീറ്റർ വരെ ആയിരിക്കും. 2 കിലോമീറ്റർ ഇപ്പുറമാണ്. അതായത് കൊച്ചി റോഡാണ്. അവിടുന്ന് വരുന്നതാണ് കൊച്ചി റോഡ്. കൊച്ചി റോഡ് ഇങ്ങനെ ടൗണിലേക്ക് വരുമ്പോൾ ടൗൺ എത്തുന്നതിന് 2 കിലോമീറ്റർ മുമ്പ് മൂലക്കട എന്ന് ഞാൻ പറഞ്ഞ സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതാണ് ഫാമിലി ബസ്. ഇതിനകത്ത് 2 റൂമാണ്. ഓക്കെ, 1000 റുപ്പീസ് ചാർജ്. ഇത് നോർമൽ ബസ്സാണ്, സിംഗിള്. അതിൻ്റെ മുകളിലൊരു വ്യൂ പോയിൻ്റ് പോലെ ഉണ്ട്. മേലെ കയറി ഇരുന്നിട്ട് ഇതാക്കാനും പിടിക്കാനൊക്കെ സൈറ്റ് ഇതിന് മാറ്റിയ. ഇവിടുന്ന് സാധാ എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും ഒക്കെ ബസ് സർവീസുകളുണ്ട്. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ചായ കാപ്പി ഹോട്ടലൊക്കെ തൊട്ടടുത്ത് പറയുന്ന മൂലക്കട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉണ്ടാവുക. ഇങ്ങനെ കയറി കഴിയുമ്പോൾ സ്റ്റെയറിങ്ങും എന്തെല്ലാം ഉണ്ട്, പക്ഷേ ബസ് പോകില്ല. ശരി, ഇത് താമസിക്കുന്നത് ഇതിലെവിടെ പോകുക? ഇതൊക്കെ ബെഡുകളാണ്, മേലെയും താഴെയായിട്ട്. ചാർജിങ് പോയിന്റ് ബെഡിൻ്റെ അടുത്തില്ല അല്ലേ? ചാർജിങ് പോയിന്റ് ബെഡിൻ്റെ അടുത്തില്ല. താഴെ വെക്കാനുള്ള സൗകര്യമുണ്ട് ബാഗ് നമ്മളുള്ള സമയത്ത്. പക്ഷെ സേഫാണ് വളരെ. നമ്മുടെ ബെഡ് ഇവിടെ പോയി. ഇതാണ് നമ്മുടെ ബെഡ്. ഓക്കെ, ഇതാണ് ഇവർ വരുന്ന ബ്ലാങ്കറ്റ്. ഞാൻ ഈ ബാഗിൽ ഇവിടെ തന്നെ വെച്ചിട്ടാണ് പോയത്. ഈ സാധനങ്ങളുണ്ട്. 9 ആകുമ്പോൾ ഇതിലെടുത്ത് പോയി. താഴെ ഒരു ലോക്കറുണ്ട്, പക്ഷെ അതങ്ങനെ യൂസ് ചെയ്യാൻ ഈ സൗകര്യം ലേശം കൺജസ്റ്റഡ് ആണ്. തലയെല്ലാം മേലെ കുറച്ചും കൂടി സൗകര്യം, തല മുട്ടാതിരിക്കാൻ. പക്ഷെ മേലെ കയറണം. താഴെ കുറച്ച് കൺജസ്റ്റഡ് ആണെന്നുള്ള പ്രശ്നമുണ്ട്. കയറി കറങ്ങി ഉറങ്ങാനേ പറ്റുള്ളൂ. ഓക്കെ, അത് തലമുട്ടും. 1 2 3 4 ഇങ്ങനെ പോവാണ്. ഇവർ ചാർജ് ചെയ്യുന്ന കാണാം. അതുപോലെ AC യും കാണാം. 0 ഡിഗ്രി തണുപ്പെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇന്ന് രാവിലെ ആരോ AC ഇട്ടിട്ടുണ്ട്. വലിയ തണുപ്പൊന്നും ഇല്ല ഇവിടെ ടൗണിലല്ലേ.
കാന്തല്ലൂർ ഭാഗത്ത് നല്ല തണുപ്പുണ്ട്. ഇതാണ് മുന്നാറിലേക്ക് സൈറ്റ് സീയിങ്ങിൻ്റെതും അതുപോലെ പിന്നെ ബെഡ് ബുക്ക് ചെയ്യാനുള്ള കൗണ്ടർ. ആൾക്കാർ വന്ന് ബുക്ക് ചെയ്യുന്നതാണ്. രാവിലെയൊക്കെ നല്ല തിരക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബെഡ് ബുക്ക് ചെയ്യാം. 220 റുപ്പീസിൻ്റെ വിത്ത് ബ്ലാങ്കറ്റ്, പില്ലോ ആൻഡ് ബെഡ്ഷീറ്റ്. ബസ്സിൻ്റെ അകത്തുള്ളത് ഞാൻ കാണിക്കാം. അതുപോലെ ഇത്രയും സൈറ്റ് സീയിങ്ങിനും പോകാം. കാന്തല്ലൂർ വേണമെങ്കിൽ പോവാം, ചതുരംഗപ്പാറ വേണമെങ്കിൽ പോവാം, ടോപ്പ് സ്റ്റേഷൻ വേണമെങ്കിൽ പോവാം. ഈ നമ്പേഴ്സ് നോട്ട് ചെയ്ത് ഇതിലാണ് വിളിക്കേണ്ടത്. ഇതിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. ഇതാണ് ബിജുമാൻ സാറ്. ഓക്കെ, ഈ കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യുക. ഇനി സൗകര്യങ്ങൾ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ബസ്സുകൾ. ഇതൊക്കെ സ്ലീപ്പർ ബസ്സുകളാണ്, എല്ലാം ബ്ലൂ കളറായിട്ട്. ഇതാണ് ടോയ്ലറ്റ് സൗകര്യം ഇഷ്ടം പോലെ ഉണ്ട്. ഫുള്ളൊന്നും ആവില്ല. ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ബാത്റൂമും ലാട്രിനും കമ്പൈൻഡാണ്. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ബാത്റൂമുണ്ട്, ഇതുണ്ട്. ഇപ്പോൾ 9:30 ആവാറായി. അപ്പോൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യേണ്ട ടൈം ആവാറായി. ട്രിപ്പിൽ ഇത്രയും സൈറ്റ് കവർ ചെയ്യും. ഓരോ ട്രിപ്പിനും 300 രൂപ വീതമാണ് ചാർജ്. പിന്നെ ഇതാണ് ബിജുമോൻ്റെ നമ്പർ. ഇത് മുഹമ്മദ്, സിദ്ദീഖ്, ബെന്നി, ഇവരിൽ ആരെങ്കിലും ഉണ്ടാവും. ഈ നമ്പേഴ്സിൽ വിളിച്ചു കഴിഞ്ഞാൽ, ഞാൻ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുമ്പോൾ വിളിച്ചതുപോലെ നിങ്ങൾ പുറപ്പെടുന്ന സമയത്ത് വിളിച്ചാൽ അവർ വേക്കൻ്റ് ഉണ്ടെങ്കിൽ ബെഡും ബെഡ് മാറ്റി വെക്കൂല ബിജുവേട്ടൻ? ഇതാണ് ബിജുവേട്ടൻ. നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ മൂപ്പരെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിളിച്ചു പറഞ്ഞ് വൈകുന്നേരം 5 മണി തൊട്ട് രാവിലെ 9:30 വരെ മാത്രമേ പിന്നെ ഈ ഡോർമിറ്ററി സൗകര്യം അവൈലബിൾ ആയിട്ടുള്ളൂ. വേറെ ഇതിനെ കുറിച്ച് പറയാനുണ്ടോ? എടുക്കുന്നുണ്ട്. സൂപ്പർ എക്സ്പീരിയൻസ് അല്ലായിരുന്നു. അതെ അതെ. നമ്മൾ ഏറ്റവും ഹൈജീനിക് ആയുള്ള ബാത്റൂമാണ്. കേരളത്തിലെ ഏറ്റവും ഹൈജീനിക് ആയ ബാത്റൂമാണ് മൂന്നാറിലെ നമ്മുടെ KSRTC. അതെ അതെ. അതുപോലെ നമ്മുടെ സൈറ്റ് സീയിങ് ബസ്സുകളൊക്കെ എല്ലാം സൂപ്പറായിട്ട് കൈകാര്യം ചെയ്യുന്നു. എല്ലാവർക്കും മൂന്നാർ എല്ലാ സ്ഥലവും പോയി കാണിച്ചു കൊടുത്ത്, അതായത് നമ്മൾ സൈറ്റ് സീയിങ് തരുന്നുണ്ട്, പ്ലസ് നല്ലൊരു സ്റ്റേയും തരുന്നുണ്ട്. അത് പിന്നെ സൈറ്റ് സീയിങ് 300 രൂപ അല്ലേ? സൈറ്റ് സീയിങ് 300 രൂപ. സ്റ്റേക്ക് 220 റുപ്പീസ്, ഓൺലി 220 റുപ്പീസേ ഉള്ളൂ. 220 റുപ്പീസ്. ബ്ലാങ്കറ്റ് വേണ്ടെന്ന് പറയുമ്പോൾ 160 കമ്പൽസറിയാണ്. പിന്നെ AC ആണല്ലേ? വേണമെങ്കിൽ AC ഓൺ ചെയ്യാം. AC ആണ്. അത് ആവശ്യം വരുമോ ഇല്ല എന്നുള്ള വിഷയം. എങ്കിലും AC ആണ് ബസ്സുകളൊക്കെ. അതൊരു ഇതുണ്ട്. പിന്നെ ലേഡീസിന്റെ എങ്ങനെയാ? ലേഡീസിന് സെപ്പറേഷൻ ഉണ്ട്. നമ്മൾ ലേഡീസിന് സെപ്പറേറ്റ് കമ്പാർട്ട്മെന്റ് ലേഡീസിന് സെപ്പറേറ്റ്, ലേഡീസിനോ ജെന്റ്സിനോ ഫാമിലീസിനോ വേണമെങ്കിൽ ഫാമിലി റൂം ഉണ്ട്. 1000 രൂപയുടെ ഫാമിലി റൂം തന്നെ ഉണ്ട്. പിന്നെ ആകെയുള്ള ഇതാണ് രാവിലെ 9:30 ആകുമ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്യണം. പകല് പിന്നെ വീണ്ടും വൈകുന്നേരം ചെക്ക് ഇൻ ചെയ്യും. മോർണിംഗ് 9:30. 2 ദിവസം ഒന്നിച്ച് ബുക്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ബുക്ക് ചെയ്യാം. പക്ഷേ ഇതാണ് പകൽ സമയം ഉപയോഗപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ്. പിന്നെ ബാഗൊക്കെ നമ്മൾ രാവിലെ ഇവർ ക്ലീൻ ചെയ്യുമ്പോൾ എടുത്ത് കൊണ്ടുപോയിക്കൊള്ളണം.